നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയയിലേക്ക് കൈയൊന്ന് എടുത്തു വെച്ചാൽ അല്ലെങ്കിൽ കാലൊന്ന് എടുത്തു വെച്ചാൽ അവിടെ മുഴുവൻ ബിഗ് ബോസ് ആണ് ചർച്ചകൾ. ബിഗ് ബോസ് സീസൺ 7 ഇന്നലെയായിരുന്നു ഗ്രാൻഡ് ഫിനാലെ. അനുമോൾ, ടെലിവിഷൻ താരം അനുമോളാണ് ഇത്തവണ ഈ സീസൺ 7 വിജയായിരിക്കുന്നത്. അങ്ങനെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ വനിതാ ജേതാവായി മാറിയിരിക്കുകയാണ് അനുമോൾ. അനീഷാണ് രണ്ടാം സ്ഥാനത്ത്. PR ആണ് അനുമോൾ ജയിക്കാൻ കാരണമെന്ന് ഒരു വിഭാഗം പ്രേക്ഷകർ പറയുമ്പോഴും അനുമോളിന് പകരം അനീഷ് വിജയിയാകണമെന്ന് ആഗ്രഹിച്ച ഒരു വലിയ സമൂഹം അപ്പുറത്തുണ്ട്. PR ഈ മത്സരത്തെ കൊല്ലുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ സീസൺ കഴിയുമ്പോൾ ഉയർന്നു വരുന്നത്. ജനങ്ങളുടെ പൾസ്, അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം വിലയ്ക്ക് വാങ്ങുന്നതാണോ നിലവിലെ ബിഗ് ബോസ് മത്സരം? PR-ന്റെ കൈകളിലേക്ക് മത്സരം പൂർണ്ണമായി എത്തിയോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി അവശേഷിപ്പിച്ചാണ് സീസൺ 7 പൂർണ്ണമാവുന്നത്. ഒരു പക്ഷേ ഈ സീസൺ 7 ഏറ്റവും അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന ചോദ്യം മുഴുവൻ അല്ലെങ്കിൽ ചർച്ചകൾ മുഴുവൻ PR-ലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. ഇന്നലെ ഗ്രാൻഡ് ഫിനാലെയിൽ അവസാനം ജിയോ ഹോട്ട്സ്റ്റാർ മേധാവിയും പറഞ്ഞത് അതാണ്. ഇതിന് നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇത് ശരിയായ രീതിയിലാണോ നടക്കുന്നത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും അനുമോൾക്ക് അഭിനന്ദനങ്ങൾ. ഒരുപക്ഷെ കേരളത്തിലെ ടെലിവിഷൻ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്ന ഷോകളിൽ ഒന്നായി ഇത്തവണ ബിഗ് ബോസ് മാറിയിരുന്നു. ആ ഷോയിലാണ് അനുമോൾ എന്ന TV താരം ഇപ്പോൾ വിജയായിരിക്കുന്നത്. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരി, ഇന്നലെയൊക്കെ നമ്മുടെ ഓഫീസിൽ ഉൾപ്പെടെ എല്ലായിടത്തും ഈ ബിഗ് ബോസ് ഫിനാലെ മാത്രമായിരുന്നു ചർച്ച. ഏതാണ്ട് അനീഷ് അനുമോൾ എന്നതിലേക്ക് കേരളത്തിലെ ബിഗ് ബോസ് പ്രേക്ഷകർ, ബിഗ് ബോസ് കാണാത്തവരടക്കം ഈ രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറുന്നതൊക്കെ ഇന്നലെ കണ്ടിരുന്നു. അനുമോളാണ് വിജയി, അർഹയാണോ അനുമോൾ, PR ആണോ ജയിച്ചത്? ഇങ്ങനെ പല ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഹരി, അല്ല, അങ്ങനെയുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ട് തന്നെ തുടരുകയാണ് ശ്രീജ. പ്രത്യേകിച്ച് അനുമോൾ വിജയിക്കേണ്ടതായിരുന്നു എന്നുള്ളത്. പക്ഷേ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന രീതിയിൽ ഞാൻ പറയുന്നത് അനുമോൾ വിജയിക്കേണ്ടത് തന്നെയായിരുന്നു എന്നുള്ളത് തർക്കമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോൾ PR ആണോ ഭരിക്കുന്നത്, അല്ലെങ്കിൽ PR ആണോ ഈ ഗെയിം സ്ട്രാറ്റജികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ പോകുമ്പോൾ പോലും അത് രണ്ട് വിഭാഗത്തിൽ പറയാറുണ്ട്. ഒന്നുകിൽ കപ്പ് കിട്ടാത്തതിൻ്റെ വിഷമമായിട്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് പറയുന്ന ഒരു കാര്യം മാത്രമല്ല ഇത് PR ഇതിനകത്ത് കൊണ്ടുവരാൻ പാടില്ല എന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ ഒരു ഇതുപോലൊരു മത്സരത്തിൽ PR ഉപയോഗിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടില്ല. അതേ മത്സരത്തിൽ തന്നെ പല കണ്ടസ്റ്റൻസിനും PR ഉള്ളതായിട്ടുള്ള കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ്. ആ മത്സരാർത്ഥികൾ തന്നെ തുറന്നു പറഞ്ഞൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഏകദേശം നമുക്കറിയാം, ഏകദേശം ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോഹൻലാൽ തന്നെ പറഞ്ഞത് 38 ലക്ഷത്തോളം വോട്ടുകളാണ് ഇത്തവണത്തെ സീസണിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് വോട്ടിംഗ് അടിസ്ഥാനത്തിലാണ് ഒരു റിയാലിറ്റി ഷോ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനകത്ത് PR വന്നു, വേറെ വോട്ടുകൾ വന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് PR സെറ്റ് ചെയ്യണമെങ്കിൽ അത് മത്സരാർത്ഥികളുടെ ഇഷ്ടമാണ്. അത് അനുമോൾ മാത്രമല്ല, പലരും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വെറുതെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് മാത്രമായിട്ട് കാര്യങ്ങൾ മാറേണ്ടതുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നുകിൽ കപ്പ് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും നിൽക്കുന്നത്. അതിലൊരു പ്രശ്നം വരുന്നത് PR എന്ന് പറയുന്നത് പബ്ലിക് റിലേഷൻസ് ആണ്. നമുക്ക് നമ്മളുടെ പ്രചാരം കൂട്ടാൻ അത് ഉപയോഗിക്കാം, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് മറ്റൊരു മത്സരാർത്ഥിയെ അപമാനിക്കാനും ഡീഗ്രേഡ് ചെയ്യാനും അവരുടെ കുടുംബത്തെ ആക്രമിക്കുന്ന തരത്തിലേക്കൊക്കെ കൊണ്ടുപോകാനും ഉള്ള ആയുധമാണോ PR? ഇത്തവണ അത് അങ്ങനെയൊക്കെ ആയി മാറിയിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. PR ഉപയോഗിക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ അതിലൊരു ധാർമ്മികത വേണമല്ലോ. ഇത്തവണ ഏറ്റവും അവസാനത്തെ എപ്പിസോഡുകൾ മുഴുവൻ കണ്ടതാണല്ലോ. അവിടെ നടന്നത് മുഴുവൻ PR എന്ന ഒറ്റ വാക്കിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും അടികളും മാത്രമാണ് നമ്മൾ കാണുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ PR മറ്റൊരാളെ അധിക്ഷേപിക്കാനും അവമതിക്കാനുമുള്ള ആയുധമായി ഉപയോഗിച്ചോ? അതാണ് ചോദ്യം. ശ്രീജി, ഈ മത്സരത്തിനിടയിൽ ഇതുപോലുള്ള തർക്കങ്ങൾ ഈ മത്സരാർത്ഥികൾക്കിടയിൽ ഇതൊന്നും ആദ്യം സംഭവമല്ല. ഇപ്പോൾ അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ അനുമോളുടെ ടീമിൽ നിന്നുണ്ടായ ഈ കാര്യത്തെ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അനുമോളുടെ ടീം രംഗത്തെത്തുകയും ചെയ്തു. ഖേദം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം തീർന്നു അവസാനിച്ചു എന്നുള്ള രീതിയല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇതുപോലുള്ള ഒരു ടാർഗറ്റ് അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒക്കെ അല്ലേ ഇപ്പോൾ അനുമോൾ നേരിടുന്നത് ഇപ്പോൾ എന്താണ്? കപ്പ് കിട്ടി ജയിച്ചാൽ പോലും അത് മൊത്തം PR-ന്റെ ക്രെഡിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ മത്സരാർത്ഥി 100 ദിവസവും നിന്നത് അപ്പാടെ തള്ളിക്കളയല്ലേ. മാത്രമല്ല മലയാളി പ്രേക്ഷകരെ ചുമ്മാ അങ്ങ് പറ്റിക്കാനും പറ്റത്തില്ലല്ലോ. നമ്മളെപ്പോഴും മൊത്തത്തിൽ ഈ ഷോസൊക്കെ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എല്ലാ ദിവസവും നോക്കി വീക്ഷിക്കുന്ന, അനലൈസ് ചെയ്യുന്ന, ചർച്ച ചെയ്യുന്ന ഒരു വലിയ വിഭാഗം സമൂഹം എന്നുണ്ട്. അപ്പോൾ അവരെല്ലാം കബളിപ്പിച്ചുകൊണ്ട് മൊത്തം PR ആണ് ഏറ്റെടുത്തു എന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 6 സീസണിലും ജയിച്ചത് മുഴുവൻ PR ആണോ? അല്ലല്ലോ. അപ്പോൾ അനുമോൾ ജയിക്കുമ്പോൾ മാത്രം PR എന്ന് പറയുന്നതിൻ്റെ കഴിഞ്ഞ സീസൺ തൊട്ടേ ഈ ചർച്ചകൾ വളരെ സജീവമല്ല. ഇപ്പോൾ അഖിൽ മാരാർ PR കൊണ്ടാണ് ജയിച്ചത് എന്ന് ഇപ്പോഴും അന്ന് തൊട്ടു പിന്നിലെത്തിയ മത്സരാർത്ഥിയായ ശോഭ ആരോപിക്കുന്നതും അഖിൽ മാരാർ ഈ ട്രോഫി തന്നെ ഞാൻ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്, എന്നാലെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കണം എന്ന് പറയുന്നതൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ PR ആരോപണം ആദ്യമായല്ല വരുന്നത്. പക്ഷേ
PR എന്നത് മറ്റൊരാളെ ഡീഗ്രേഡ് ചെയ്യാനും മറ്റൊരാളുടെ സൈബർ ആക്രമണത്തിലേക്കും അവരുടെ കുടുംബത്തെ ചോദിക്കുന്നത് അനുമോൾക്ക് അത് തന്നെയല്ലേ നേരിടുന്നത്. അനുമോൾ ഇപ്പോൾ നേരിടുന്ന സൈബർ ബുള്ളിങ്, ട്രോഫി കിട്ടി, കപ്പ് കിട്ടിയിട്ടും നേരിടുന്ന ഒരു കാര്യം അത് തന്നെയല്ലേ. നേരിടുന്നത് തന്റെ മത്സരം ഇത്രയും നാൾ കളിച്ചതോ ഒന്നുമല്ല, മൊത്തം ക്രെഡിറ്റും PR-ക്കാണ് പോകുന്നത് തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹരിയുടെ ഒരു കാഴ്ചപ്പാടിൽ, ഹരി ആദ്യം തൊട്ട് വളരെ കൃത്യമായിട്ട് കാണുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ ഈ 100 ദിവസം കണ്ടതാണ്. ഈ ശരിയാണ്, ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നുപോയി സ്വന്തം ജീവിതം സ്വന്തമായി കെട്ടി ഉയർത്തി കുടുംബത്തെ സംരക്ഷിക്കുന്ന ഒരു പെൺകുട്ടി, മലയാളി പ്രേക്ഷകരെ ആകർഷിക്കുന്ന ഒരു സിനിമ നായികയുടെ കഥാപാത്രം അല്ലെങ്കിൽ ഒരു സീരിയൽ നായികയുടെ കഥാപാത്രം തന്നെയായിരുന്നു അനുമോൾ. അത്രയ്ക്ക് പ്രൂവൺ ആണ് അനുമോൾ എങ്ങനെയാണ് സ്വന്തം ജീവിതം കെട്ടിപ്പടുത്തത്, സ്വന്തം കുടുംബത്തെ സംരക്ഷിച്ചത് എന്നതൊക്കെ. എന്തൊക്കെയായിരുന്നു അനുമോൾ എന്ന കണ്ടസ്റ്റന്റിനെ ഈ 100 ദിവസം നിർത്തിയതെന്നാണ് ഹരി കരുതുന്നത്? ഇല്ല, ഞാൻ അനുമോൾ എന്ന മത്സരാർത്ഥിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ്. കാരണം കൃത്യമായിട്ട് അനുമോൾ കാര്യങ്ങൾ അറിയാം. അപ്പം അത് എനിക്ക് തോന്നുന്നു സീരിയൽ രംഗത്ത് അനുമോൾ സജീവമായതുകൊണ്ട് തന്നെ കൃത്യമായി മലയാളി ഒരു വലിയ സമൂഹത്തിൻ്റെ ഓഡിയൻസിൻ്റെ പൾസ് അറിയുക എന്ന് പറയുന്ന ഒരു പരിപാടി അനുമോൾക്ക് കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല കഴിഞ്ഞ ബിഗ് ബോസുകളിൽ ആവർത്തിച്ച പല ടാക്ടിക്സും അനുമോൾ കളിച്ചിട്ടുമുണ്ട്. ഞാൻ പറയുന്നത് അതൊക്കെ ഒരു മത്സരാർത്ഥിയുടെ വിഷാണ്. അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, പ്രത്യേകിച്ച് ഒരു പാവയുമായിട്ട് നിന്ന് ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആണെങ്കിൽ സ്ട്രാറ്റജി, അത് ബിഗ് ബോസിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അത് സ്ട്രാറ്റജിയാണ്, ആയിക്കോട്ടെ. അതിനിപ്പോൾ എന്താണ്, അത് സ്ട്രാറ്റജി കളിക്കുന്നെങ്കിൽ സ്ട്രാറ്റജി കളിക്കുന്നു. ഇപ്പോൾ PR-ന് അനുമോൾ വല്ലാത്ത രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നതിൽ ഇപ്പോഴും ആരോപണം പറയുന്നത്. നമ്മളിപ്പോൾ ഈ ചർച്ചയ്ക്ക് എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്, അനുമോൾ എന്ന മത്സരാർത്ഥിയുടെ ഗെയിമിനെ കുറിച്ച് ഒന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. അനുമോളിന് കപ്പ് കിട്ടിയതുമല്ല സംസാരിക്കുന്നത്. നമ്മളെന്താ സംസാരിക്കുന്നത്, ബിഗ് ബോസ് വിവാദത്തിലാണ്. ഇത് PR-ആണ് ഇതിന് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞപ്പം ആഴ്ചകൾക്ക് മുമ്പ് മോഹൻലാൽ ഉൾപ്പെടെ വന്ന് പറഞ്ഞത് കൃത്യമായ രീതിയിൽ നിങ്ങൾ വോട്ട് ചെയ്യൂ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ഗെയിമിനിടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ലൂപ്പ് ഹോളായിട്ട് പലരും വിളിക്കുന്ന ഒന്നാണ് ഈ PR പരിപാടി, അല്ലെങ്കിൽ ഇതുപോലെ വോട്ടിങ്ങിലൂടെ കൂടുതലായിട്ട് മത്സരാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ആ ലൂപ്പ് ഹോൾ അടയ്ക്കേണ്ടത് എന്തായാലും അതിൻ്റെ പിന്നണി പ്രവർത്തകരാണ്. അതിൽ ഇനി എന്താണ് അവർക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അനുമോൾ കപ്പ് നേടുന്നു. അനുമോൾ വലിയ രീതിയിൽ തന്നെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് കപ്പ് നേടുന്നു. ആ കപ്പ് അനുമോൾ നേടുമ്പോഴേക്കും അത് കളങ്കപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ചർച്ചകൾ മാറുന്നത്. ഇപ്പോൾ PR ചർച്ചകൾ തന്നെ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് അതാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം മറ്റൊരു മത്സരാർത്ഥിക്കും PR ഇല്ലാത്ത പോലെയാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. അവിടെയുള്ള പല മത്സരാർത്ഥികൾക്കും PR ഉണ്ട്. അങ്ങനെയാണെങ്കിൽ PR കളിച്ച് എല്ലാവരും ഫൈനൽ റൗണ്ടിലേക്ക് എത്തണ്ടേ? ഇത് അങ്ങനെയല്ല. ഇത് PR ഇതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മത്സരാർത്ഥി വെറുതെ നിന്നെന്ന് എഴുതിയ വോട്ട് മുഴുവൻ ആ മത്സരാർത്ഥിക്ക് പോകത്തുമില്ല. അപ്പോൾ അനുമോൾ ഇതിനകത്ത് ജയിച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ ഇതിനകത്ത് കളിച്ചിട്ടുണ്ട്. ആ അനുമോൾ കളിച്ച രീതി ഇവിടെ പല മലയാളി പ്രേക്ഷകർക്കും അത് കണക്റ്റ് ആയിട്ടുണ്ട്, അത് വോട്ടായിട്ട് മാറിയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടൊരു അൽഗോരിതമാണ്. അല്ലാതെ ഉറപ്പായിട്ടും ഇതിന് PR-ന് ഇടയിലോ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ചർച്ചകളോ അല്ലെങ്കിൽ ഇപ്പോൾ ഫേക്ക് അക്കൗണ്ടുകളോ ഇതൊക്കെ ഉണ്ടാവാം. ഇതൊന്നും മറ്റു മത്സരാർത്ഥികൾക്കും ഇല്ല എന്ന് ഇവിടെ അവകാശപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലൂപ്പ് ഹോൾ എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് പിന്നണി പ്രവർത്തകർ അത് സോൾവ് ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ സൈബർ ബുള്ളിങ്, ഡീഗ്രേഡിങ്, അതിലേക്ക് വരാം. ഇപ്പോൾ ഈ ഒരു സംഭവം ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നൂറയുടെ ഭാഗത്ത് നൂറയ്ക്കെതിരായിട്ട് അനുമോളുടെ ടീം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ രീതിയിൽ വന്നിട്ടുണ്ട്. പല ഇപ്പോൾ അനുമോളുടെ ഫാമിലി, അനുമോൾ ടീം മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത് അനുമോളുടെ ഫാമിലിക്ക് വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത് സംഭവിച്ചതുകൊണ്ട് ഇവിടെ നടന്നു എന്നുള്ളതിനെ പറ്റി ന്യായീകരിക്കുന്നതല്ല. പക്ഷേ ഇത് പല മത്സരാർത്ഥികൾക്കും ഇടയിൽ സംഭവിക്കുന്ന കാര്യമാണ്. ഇത് ഈ ഷോയിൻ്റെ ഭാഗമായിട്ട് പല സീസണുകളിലായിട്ട് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതുപോലുള്ള സൈബർ അറ്റാക്കിങ്ങും ബുള്ളിങ്ങും പരിപാടികളൊക്കെ തന്നെ എപ്പോഴാണോ ഈ ബിഗ് ബോസ് ആരംഭിച്ച കാലം മുതൽ ഇതിങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. എല്ലാ തവണയും കപ്പ് നേടുമ്പോൾ പോലും വിവാദമായിട്ടുണ്ട്. ഇപ്പോൾ അന്ന് റോബിൻ്റെ സീസണിൽ ദിൽഷ കപ്പ് നേടിയപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് റോബിൻ ആരാധകർ മുഴുവൻ ദിൽഷയ്ക്ക് വോട്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ്. ഇത് എല്ലാ സീസണിലും ആവർത്തിച്ച് വരുന്ന ഈ ഒരു വിവാദങ്ങളും കാര്യങ്ങളും കൂടിയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് മുഴുവൻ ഇപ്പോൾ ഇത്തവണ വന്നിരിക്കുന്നത് എന്തോന്നാണ്, PR വഴിയാണ് അനുമോൾ ജയിച്ചത് എന്നുള്ളത് വളരെ ഈ ഒരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് വരുമ്പോൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം കത്തുന്നൊരു വിഷയമായതുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ അനുമോൾ എന്ന ഗെയിമറിനെ പറ്റി ഒരു തരത്തിലുമുള്ള ചർച്ചകളോ ഒന്നും പോകാതെ മുഴുവനായിട്ടും ഇതിൻ്റെ PR-നെ പറ്റി മാത്രം ചർച്ച നടക്കുമ്പോഴാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വരുന്നത്. ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം അനീഷാണ് ജയിക്കേണ്ടിയിരുന്നതാണ്. ഇപ്പോൾ ഈ മത്സരത്തിൽ എങ്ങനെയാണ് ജയിക്കേണ്ടത്? വോട്ട് അനുസരിച്ച് ജയിക്കുക. വോട്ട് അനീഷിന് കുറവാണ്, അനുമോളിന് വോട്ട് കിട്ടി, ഇത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ അല്ല ഇതിപ്പോൾ ടാസ്ക് അനുസരിച്ചാണ് മത്സരം മാറേണ്ടത്, അല്ലെങ്കിൽ ഇതനുസരിച്ചുള്ള ചർച്ചകൾ വേറെ രീതിയിൽ പോകണം, അല്ലെങ്കിൽ